Once again, welcome back to PPA Physics class. PPA Physics classന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. The last class we have discussed about the thermodynamics, our 12th chapter. Now we are going to discuss about our 13th chapter, that is kinetic theory. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന ലെസണാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൈനറ്റിക് തിയറി എന്നുള്ള ലെസണാണ്. അപ്പോൾ കൈനറ്റിക് തിയറി എന്നുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങളത് കംപ്ലീറ്റ് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് ഫിസിക്സിലേക്ക് വരുന്നത്. അപ്പോൾ കൈനറ്റിക് തിയറി എന്ന് ഓർക്കുമ്പോൾ തന്നെ, ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? എന്താണ്? പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി. എന്താ ഈ പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി എന്ന് പറഞ്ഞാൽ? വാട്ട് ഡു യു മീൻ ബൈ പോസ്റ്റുലേറ്റ്? സർട്ടൻ അസംഷൻസ് അല്ല. കൈനറ്റിക് തിയറി നമ്മൾ ഗ്യാസിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ അതിൽ സർട്ടൻ അസംഷൻസ് വേണം. ആ അസംഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. പോസ്റ്റുലേറ്റ്, ആ അസംഷൻ നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തിയറി ഓഫ് ഗ്യാസ് സ്റ്റഡി ചെയ്യാൻ കഴിയുള്ളൂ. ആ അസംഷനാണ് പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാട് പോസ്റ്റുലേറ്റ്സ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ പോസ്റ്റുലേറ്റ്സാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. യെസ് പറഞ്ഞോ. മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ. അതെല്ലാവർക്കും പറയാൻ പറ്റുന്നതാണ്. ഇൻ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ അല്ലേ? നമ്മളൊരു കണ്ടെയ്നറിൽ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ മോളിക്യൂൾസ് അതിനെ തോന്നിയ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും. പിന്നെ എന്താ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? പിന്നെന്താ പഠിച്ച? സൈസ് ഓഫ് ദ മോളിക്യൂൾ ഇസ് വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മോളിക്യൂൾസ്. ഓക്കെ. പിന്നെ മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? They collide with one another and also they collide with the walls of the container. അങ്ങനെ കുറേ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? അപ്പോൾ നമുക്കതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. അപ്പോൾ നമ്മളൊരു കുറച്ചുണ്ടെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കാം. പോസ്റ്റുലേറ്റ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത് the molecules of the gas are hard, smooth and perfectly rigid spheres. ആ പോസ്റ്റുലേറ്റ് ഓർമ്മയുണ്ടോ? മോളിക്യൂൾസ് എന്തായിരിക്കും? ഹാർഡ് ആണ്, സ്മൂത്ത് ആണ്, പെർഫെക്റ്റ്ലി റിജിഡ് സ്പെറിക്കൽ ഷേപ്പ് ആണ്. ഓക്കെ. അടുത്ത പോസ്റ്റുലേറ്റ്സ് നിങ്ങൾ പറഞ്ഞത് സൈസ് ഓഫ് ദ മോളിക്യൂൾസ് ബി നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് മോളിക്യൂൾ, അതിന്റെ മീനിങ് എന്താണ്? മോളിക്യൂൾസ് ആർ ഫാർ അപ്പാർട്ട് അല്ല. ഇൻ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഫാർ അപ്പാർട്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മോളിക്യൂളിന്റെ സൈസ് ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? നെഗ്ലിജിബിൾ ആയിരിക്കും. ഇല്ല, സൈസ് ഇല്ല എന്ന് തന്നെ പറയാം. So the size of the molecules being negligible as compared to the distance between them. പിന്നെ there is no force of attraction or repulsion between molecules. എന്ന് പറഞ്ഞാൽ very weak force ആണ് ഉണ്ടാവുക. They are far apart. ആകുമ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ നമ്മുടെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത് there is no force of attraction or repulsion between molecules. Then the molecules are in random motion. Molecules are in random motion. Then during their motion they collide with one another and also with the walls of the container. അതെന്ത് ചെയ്യും? മൂവ് ചെയ്യുന്ന സമയത്ത് അത് തമ്മിൽ കൊളൈഡ് ചെയ്യും. അതുപോലെ അത് ഏതിൽ ചെന്നിടിക്കും? കണ്ടെയ്നറിന്റെ വാൾസിലും ചെന്ന് കൊളൈഡ് ചെയ്യും. Then the mean kinetic energy of the gas molecule is constant at a given temperature and is proportional to the absolute temperature. ഈ ഒരു പോസ്റ്റുലേറ്റ് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അത് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ള ഒരു പോസ്റ്റുലേറ്റ് ആണ്. അപ്പോൾ കൈനറ്റിക് തിയറി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അപ്പോൾ വാട്ട് ആർ ദ പോസ്റ്റുലേറ്റ്സ് എന്ന് ചോദിച്ചാൽ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 4 എണ്ണമെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഞാനത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. എന്തൊക്കെയാ? ദ മോളിക്യൂൾസ് ഓഫ് ദ ഗ്യാസ് ആർ ഹാർഡ്, സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ്ലി റിജിഡ് സ്പിയേഴ്സ്. ദെൻ സെക്കൻഡ് വൺ, ദ സൈസ് ഓഫ് ദ മോളിക്യൂൾ ഈസ് ബീങ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ്. Then there is no force of attraction or repulsion among molecules. Then the molecules are in random motion. Random motion എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അതിന് തോന്നിയ പോലെ ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുക? മോളിക്യൂൾസ് പോകുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്? because there is no force of attraction or repulsion. അതിന് എന്തില്ല? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ഇല്ല. അതുകൊണ്ട് അതിന് ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് പോവാം. എന്നാൽ സോളിഡ്സിൽ അങ്ങനെ പോകാൻ കഴിയുമോ? ഇതിലുള്ള മോളിക്യൂൾസ് അങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? മോളിക്യൂൾസ് ആർ ടൈറ്റ്ലി പാക്ക്ഡ് അല്ലെ? സ്ട്രോങ് ബോണ്ട് ഉണ്ടാവും മോളിക്യൂൾസ് തമ്മിൽ. അതുകൊണ്ട് അതിന് പോകാൻ കഴിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞ ഡ്യൂറിംഗ് ദെയർ മോഷൻ they collide with one another and also with the walls of the container. Then mean kinetic energy of the molecule is constant at a given temperature and is proportional to the absolute temperature.
അപ്പൊ ഈ പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്യാസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ ഈ പോസ്റ്റ്ലേറ്റ്സ് നമ്മൾ ബിലീവ് ചെയ്യണം, അത് വെച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പോകണം. ഇപ്പൊ ഗ്യാസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഗ്യാസ് ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്താ പറയാ, പ്രഷറാണ് അല്ലെ. പ്രഷർ ഇൻറ്റു വോളിയം ആണ് ഗ്യാസ് ചെയ്യുന്ന വർക്ക് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, പ്രഷർ എക്സർട്ടഡ് ബൈ ദ ഗ്യാസ് ഓർ ദ പ്രഷർ ഓഫ് എ ഗ്യാസ്. ഒരു ഗ്യാസിന്റെ പ്രഷർ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകണം. പ്രഷർ എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം. വാട്ട് യു മീൻ ബൈ പ്രഷർ? യെസ്, ഇറ്റ് ഇസ് എ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതാണ് പ്രഷർ. ജനറൽ ആയിട്ടുള്ള ടേം ആണത്. അപ്പൊ ഇനി ഗ്യാസിന്റെ പ്രഷറിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. പ്രഷർ എക്സർട്ടഡ് ബൈ ദ ഗ്യാസ് നോക്കാം. അപ്പോൾ ലെറ്റ് us consider ഗ്യാസ് ഇൻ എ ക്യൂബിക്കൽ കണ്ടെയ്നർ. ഒരു ക്യൂബിക്കൽ കണ്ടെയ്നറിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഗ്യാസിനെ കൺസിഡർ ചെയ്യാണ്. ക്യൂബിക്കൽ കണ്ടെയ്നർ. ഇപ്പൊ ക്യൂബിക്കൽ കണ്ടെയ്നറിൽ ഗ്യാസ് ഉള്ളത് ഒരു ക്യൂബാണ് ഉള്ളത്. അപ്പൊ അതിൽ ഞാൻ ഒരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുന്നു. ആ മോളിക്യൂളിന്റെ മാസ് ലെറ്റ് ഇറ്റ് ബി എം ആണ്. എം മാസ് ഉള്ള ഒരു മോളിക്യൂളിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. നിങ്ങളോട് ചോദിക്കണം, ആ മോളിക്യൂൾ എങ്ങോട്ടേക്ക് പോവാ? റാൻഡം മോഷൻ അല്ലെ, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മോളിക്യൂളിന്റെ വെലോസിറ്റിയെ നമുക്ക് എങ്ങനെ എടുക്കാം? എക്സ് ഡയറക്ഷനിൽ പോവാം, വൈ ഡയറക്ഷനിൽ പോവാം, സെഡ് ഡയറക്ഷനിൽ പോവാം. അപ്പൊ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം? വി എക്സ്, വി വൈ, വി സെഡ് ഉണ്ടാവണം. ഓക്കെ, എക്സിൽ പോവാം, വൈയിൽ പോവാം, സെഡിൽ പോവാം. ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ആ മോളിക്യൂള് ഈ വോൾസിലേക്ക് ഇപ്പൊ എക്സിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് കരുതിക്കാം. അപ്പൊ ഇങ്ങോട്ടേക്ക് പോകുന്ന മോളിക്യൂൾസ് ആണെങ്കിൽ ഇത് എന്തിലേക്ക് കൊളൈഡ് ചെയ്യാം? ഈ ഒരു വോൾ ഉണ്ടോ, ഈ വോൾസ് ചെന്ന് കൊളൈഡ് ചെയ്യും. ഇപ്പൊ ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ പോയിട്ട് ഈ വോളിൽ ചെന്ന് കൊളൈഡ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നു. അത് എങ്ങോട്ടേക്കും പോകാം. ഞാൻ എക്സിലേക്ക് പോകുന്നതായിട്ട് കൺസിഡർ ചെയ്യും. എക്സ് ഡയറക്ഷനിൽ പോകുന്ന ഒരു മോളിക്യൂളിനെയാണ് ഞാൻ കൺസിഡർ ചെയ്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്താവും? അങ്ങോട്ട് പോകുമ്പോൾ വെലോസിറ്റി വി എക്സ് ആണെങ്കിൽ തിരിച്ചു വരുമ്പോൾ വെലോസിറ്റി നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം? മൈനസ് വി എക്സ്. അപ്പൊ തിരിച്ചു വരുമ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? മൈനസ് വി എക്സ്. വി വൈക്ക് ചേഞ്ച് ഇല്ല, വി സെഡ് ചേഞ്ച് ഇല്ല. കാരണം എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അതിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ആ മോളിക്യൂളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ചേഞ്ച് ഇൻ മൊമെന്റം. എന്താ മൊമെന്റം? മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ ബിഫോർ കൊളീഷൻ, അപ്പൊ ഈ വോളായിട്ട് കൊളൈഡ് ചെയ്യുന്നതിന് മുന്നേ അതിന്റെ മാസ് എം ആണ്, അതിന്റെ വെലോസിറ്റി എക്സ് ഡയറക്ഷനിൽ മാത്രം നോക്കിയാൽ മതിയല്ലോ. എക്സ് ഡയറക്ഷൻ വെലോസിറ്റി എന്തായിരുന്നു? വി എക്സ് ആയിരുന്നു. അപ്പൊ ബിഫോർ കൊളീഷൻ വാട്ട് ഇസ് ഇറ്റ്സ് മൊമെന്റം? ബിഫോർ കൊളീഷൻ അതിന്റെ മൊമെന്റം നമുക്ക് എന്ത് ചെയ്യാം? എം വി എക്സ് എന്ന് എഴുതാം, അങ്ങോട്ട് പോകുമ്പോഴുള്ള മൊമെന്റം. Then after collision, collision ശേഷം അത് it rebounds, bounce back. അപ്പൊ തിരിച്ചു വരുമ്പോൾ അതിന്റെ മൊമെന്റ് എന്താ? After collision what is its mass? M itself. Then what is its velocity? Minus vx. Very good. So after collision its momentum minus mvx എന്നാണ്. So what is the change in momentum? Change in momentum ആണ് നമുക്ക് വേണ്ടത്. Change in momentum. ചേഞ്ച് ഇൻ മൊമെന്റം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ മൊമെന്റം ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം. ഇവിടെ ഏതാ ഫൈനൽ മൊമെന്റം? മൈനസ് എം വി എക്സ്. ഇനിഷ്യൽ മൊമെന്റ് ഏതാണ്? എം വി എക്സ്. അപ്പൊ മൈനസ് എം വി എക്സ് മൈനസ് എന്ന് കിട്ടും എം വി എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെന്റം. മൈനസ് എം വി എക്സ് മൈനസ് എം വി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 2mvx എന്ന് എഴുതാം. അല്ലെ, മൈനസ് എം വി എക്സ് മൈനസ് എം വി എക്സ് എന്ന മീനിങ് എന്താ? മൈനസ് എം വി എക്സ് പ്ലസ് മൈനസ് എം വി എക്സ് എന്നാണ്. അപ്പൊ ദാറ്റ്സ് മൈനസ് 2mvx. ഇത് ആരുടെ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്? ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദ മോളിക്യൂൾ. ആം ഐ റൈറ്റ്? ഓക്കെ, ഇനി നമുക്കറിയാം ഈ മോളിക്യൂളും വോളും ആയിട്ടാണ് ഇവിടെ കൊളൈഡ് ചെയ്യുന്നത്. But during their collision, നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ലെസണിൽ പഠിച്ചിട്ടുണ്ട്. During their collision, the total change in momentum becomes zero. ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റ് എപ്പോഴും എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ബൈ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മോളിക്യൂളിന്റെ മൊമെന്റം ഇത്രയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വോളിന്റെ മൊമെന്റ് എത്ര ചേഞ്ച് ചെയ്യണം? ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദ വോൾ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? സീറോ കിട്ടണം. ഇതിന്റെ കൂടെ എന്ത് കൂട്ടിയാലാ സീറോ കിട്ടുക? പ്ലസ് 2mvx അല്ലെ, മൈനസ് 2mvx പ്ലസ് 2mvx ആണ് സീറോ. സോ ദ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദ വോൾ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 2mvx ആയിരിക്കും. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദ വോൾ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? മൊമെന്റം ഇംപാർട്ടഡ് ബൈ ദ മോളിക്യൂൾ ടു ദ വോൾ അല്ലെ. മോളിക്യൂള് മൊമെന്റത്തിലെ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? വോളിലേക്ക് ചെന്ന് ഇടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ മൊമെന്റം ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ മൊമെന്റം ഇംപാർട്ടഡ് ബൈ ദ മോളിക്യൂൾ ടു ദ വോൾ എന്ന് നമുക്ക് പറയാം. മൊമെന്റം ഇംപാർട്ടഡ് ബൈ ദ മോളിക്യൂൾ
momentum imparted to the wall. Momentum imparted to the wall. That is equal എന്തായിരിക്കും ഇതിന് നേരെ ഓപ്പോസിറ്റ്. എന്തുകൊണ്ട് അങ്ങനെ ആവുന്നത്? By the law of conservation of linear momentum. We have already learned it. So that is equal to 2mvx. This is a change in momentum of the wall. Okay. ഇത് നമ്മൾ നോക്കാം. ഈ ഒരു മോളിക്യൂള് കൊളൈഡ് ചെയ്യുന്നതാണ് ഞാൻ ഈ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യണം? ഒരു ഡെൽറ്റ ടി എന്നുള്ള ടൈമിൽ എത്ര മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുമെന്ന് നോക്കുകയാണ്. ഡെൽറ്റ ടി ടൈമിൽ എത്ര മോളിക്യൂൾസ് ഈ ഒരു വോളുമായിട്ട് കൊളൈഡ് ചെയ്യും എന്നാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാണ്? n നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് പെർ യൂണിറ്റ് വോള്യത്തിലുള്ളത്. ഒരു യൂണിറ്റ് വോള്യത്തിൽ സ്മോൾ ലെറ്റർ n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ എന്ത് ചെയ്താൽ മതി? n ഈസ് ഈക്വൽ ടു സ്മോൾ n ഇൻറ്റു v അല്ലേ? എത്ര വോളിയം ഉണ്ടെന്ന് നോക്കിയാൽ മതിയാവൂലേ? അപ്പൊ ഡെൽറ്റ ടി എന്നുള്ള ടൈമിൽ എത്ര വോള്യത്തിലുള്ള മോളിക്യൂൾസ് ആണ് അതിലേക്ക് കൊളൈഡ് ചെയ്യുന്നതെന്ന് നോക്കണം. അപ്പൊ ഈ ഡെൽറ്റ ടി ടൈം എന്ന് പറയുന്നതൊക്കെയാണ് ഇവിടെയെന്ന് വിചാരിക്കാം. അപ്പൊ അത്രയും ടൈം കൊണ്ട് ഈ മോളിക്യൂൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു നോക്കാം. അങ്ങനെയെങ്കിൽ ആ ഡിസ്റ്റൻസിന്റെ ഉള്ളിലുള്ള മോളിക്യൂൾസ് ഒക്കെ എന്ത് ചെയ്യും? വോളുമായിട്ട് കൊളൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെയുള്ള മോളിക്യൂൾസ് ഇത് കൊളൈഡ് ചെയ്യുന്നെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള മോളിക്യൂൾസ് ഒക്കെ എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. അപ്പൊ ഡെൽറ്റ ടി ടൈമിൽ എത്ര ഡിസ്റ്റൻസിലാണ് ഉള്ളതെന്ന് കാണാൻ നമുക്ക് ഓൾറെഡി അറിയാം. വെലോസിറ്റി ഈസ് ഈക്വൽ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. സോ ഡിസ്റ്റൻസ് ഈക്വൽ എന്ത് വരും? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് വരും. അപ്പൊ നമ്മളിവിടെ ഡെൽറ്റ ടി ആണ് ടൈം എടുത്തിട്ടുള്ളത്. അപ്പൊ ഡെൽറ്റ ടി ടൈമിൽ ഈ വോളുമായിട്ട് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ള മോളിക്യൂൾസ് ഒക്കെ ഏത് ഡിസ്റ്റൻസിലാണ് ഉണ്ടാവുക? വി എക്സ് ഡെൽറ്റ ടി എന്നുള്ള ഡിസ്റ്റൻസിലാണ് ഉണ്ടാവുക. ഡിസ്റ്റൻസ് കിട്ടി. ഇനി വോളിയം കാണാൻ എന്ത് ചെയ്യേണ്ടത്? ആ ഡിസ്റ്റൻസ് ഇൻറ്റു അതിന്റെ ഏരിയ ചെയ്താൽ മതിയാവുമല്ലോ. അപ്പൊ അതിന്റെ ഏരിയ ലെറ്റ് ബി എ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? വി എക്സ് ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എ എന്നുള്ള അത്രയും വോള്യത്തിലുള്ള മോളിക്യൂൾസ് ആണ് എന്ത് ചെയ്യുക? ഡെൽറ്റ ടി ടൈമിൽ വോളുമായിട്ട് കൊളൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് വോള്യത്തിൽ എത്ര മോളിക്യൂളാണ് നമ്മൾ എടുത്തത്? n നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് എടുത്തത്. അപ്പൊ ഇത്രയും വോള്യത്തിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ ആ ഒരു ടൈമില് കൊളൈഡ് ചെയ്യുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് വരിക? യൂണിറ്റ് ടൈമിൽ n നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ ഇത്രയും വോള്യത്തിൽ n ഇൻറ്റു വി എക്സ് ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എ അല്ല, ഒരു യൂണിറ്റ് വോള്യത്തിൽ n നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ ഇത്രയും വോള്യത്തിൽ എന്ത് ചെയ്യണം? അത് ഇൻറ്റു വോളിയം ചെയ്യണം. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹിറ്റ് ഡ്യൂറിംഗ് ദ ടൈം ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്നുള്ള ടൈമിൽ എത്ര മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യാന്നാ നോക്കുന്നത്. എത്ര മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യാം? വി എക്സ് ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എ ഇൻറ്റു എൻ. ഇനി അവിടെ നോക്കേണ്ട ഒരു കാര്യം, ഇത്രയും മോളിക്യൂൾസ് നമ്മൾ ഇവിടെയാണ് ഇപ്പൊ കൺസിഡർ ചെയ്തത്. അപ്പൊ അത് ഇങ്ങോട്ട് പോയാൽ കൊളൈഡ് ചെയ്യാം. ഇനി ആ മോളിക്യൂൾസ് ഒക്കെ അങ്ങോട്ട് തന്നെ പോകണമെന്ന് നിർബന്ധമുണ്ടോ? ദ മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആവറേജ് കണക്കാണ് കൺസിഡർ ചെയ്യണം. ഒരു ആവറേജ് പ്രകാരം ഹാഫ് ഓഫ് ദീസ് മോളിക്യൂൾസ് മൂവ്സ് ടുവേർഡ്സ് ദ വാൾ ആൻഡ് ഹാഫ് എവേ. പകുതി മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് പോകുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. പകുതി മോളിക്യൂൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെ ഹാഫ് എടുക്കണം. അപ്പൊ ഇത്രയും മോളിക്യൂൾസ് ആണ് ഡെൽറ്റ ടി ടൈമിൽ എന്ത് ചെയ്യുന്നത്? ഈ ഒരു വോളുമായിട്ട് കൊളൈഡ് ചെയ്യുന്നത്. എത്ര മോളിക്യൂൾസ് ആണ് കൊളൈഡ് ചെയ്യുന്നത്? വി എക്സ് ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എ ഇൻറ്റു എൻ ഡിവൈഡ് ബൈ 2. ഈ സ്മോൾ ലെറ്റർ എൻ ഇവിടെ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോള്യം. നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോള്യം. ഓക്കെ, ഇനി നമ്മൾ ഒരു മോളിക്യൂൾ കൊളൈഡ് ചെയ്താൽ ഇത്രയും ചേഞ്ച് ഇൻ മൊമെന്റം ആണ് ഈ വോളിന് ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയും മോളിക്യൂൾസ് കൊളൈഡ് ചെയ്താൽ എത്ര ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടാവും? ചേഞ്ച് ഇൻ മൊമെന്റം ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു ചേഞ്ച് ഇൻ മൊമെന്റം ചെയ്താൽ പോരെ. ഒരു മോളിക്യൂൾ കൊളൈഡ് ചെയ്താൽ 2m ഇൻറ്റു വി എക്സ്. ഇപ്പൊ രണ്ട് മോളിക്യൂൾ കൊളൈഡ് ചെയ്താലോ 2 ഇൻറ്റു 2m ഇൻറ്റു വി എക്സ്. 5 മോളിക്യൂൾസ് കൊളൈഡ് ചെയ്താലോ 5 ഇൻറ്റു 2m ഇൻറ്റു വി എക്സ്. അപ്പൊ ദിസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്താലോ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. സോ ദ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം, ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം, ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം ഞാൻ Q എന്ന് റെപ്രസെന്റ് ചെയ്യാം. Q is equal എന്താ ഇക്വേഷൻ വരിക? Vx ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എ ഇൻറ്റു എൻ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതി. ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം ഇവിടെ എഴുതാം. Q is equal to Vx ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എ ഇൻറ്റു എൻ ഡിവൈഡ് ബൈ 2 നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയി ഇൻറ്റു എന്ത് ചെയ്യണം? 2m ഇൻറ്റു വി എക്സ് എന്ന് എഴുതാം. അപ്പൊ ഇവിടെ എന്ത് കട്ട് ചെയ്തു?
ടു കട്ട് ചെയ്ത് പോകും. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടി. ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടിയാൽ ഫോഴ്സ് കാണാൻ എന്തെങ്കിലും ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫോഴ്സ് is equal to rate of change of momentum by the Newton second law. Force is change in momentum divided by time ആണ്. അപ്പോൾ ഫോഴ്സ് ഈക്വൽ എന്ത് കിട്ടും? Q by delta t എന്ന് കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ഇവിടെ എന്ത് വരാം? Vx കൂടെ Vx സ്ക്വയർ എന്ന് എഴുതാം. Vx സ്ക്വയർ പിന്നെ ആരാളെ ഇവിടെ ഡെൽറ്റ ടി ഉണ്ട്, പിന്നെ ആരുണ്ട്? A ഉണ്ട്, N ഉണ്ട്, M ഉണ്ട്. ഡിവൈഡഡ് ബൈ ഇവിടെ ആര് വരും? ഡെൽറ്റ ടി എന്നുള്ള ടേം വരും. അപ്പോൾ ഇവിടെ ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ എ ഇൻറ്റു എൻ. എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ എങ്ങനെ എഴുതാം? എ ഇൻറ്റു എൻ ഇൻറ്റു എം ഇൻറ്റു വി എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇതെന്താ ഇപ്പോൾ കിട്ടിയത്? ഫോഴ്സ് കിട്ടി. ഇനി ഫോഴ്സ് കിട്ടിയാൽ പ്രഷർ കണ്ടുപിടിക്കാം വളരെ എളുപ്പത്തിലുള്ള ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. എന്താ ഇക്വേഷൻ? പ്രഷർ ഇസ് ഈക്വൽ ടു force divided by area. Very good. Pressure is equal to force divided by area. Force divided by area. അപ്പോൾ ഫോഴ്സ് ഈക്വൽ ഇവിടെ എന്താ ഉള്ളത്? A into N M into Vx സ്ക്വയർ ഡിവൈഡ് ബൈ ഏരിയ നമ്മൾ എന്തായിട്ട് എടുത്തത്? A ആയിട്ടാണ് എടുത്തേക്കുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യും? A ക്യാൻസൽ ചെയ്തു. സോ ദ പ്രഷർ ഇസ് ഈക്വൽ ടു N M into Vx സ്ക്വയർ എന്ന് കിട്ടും. Pressure exerted by the gas to the walls of the container. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ എം മാസുള്ള മോളിക്യൂള് എക്സിലേക്ക് പോകുന്നതായിട്ടല്ലേ കൺസിഡർ ചെയ്തത്. അപ്പൊ ഇത്രയും മോളിക്യൂൾസ്, ഇത്രയും ഒരു മോളിക്യൂൾ മാത്രമേ നമ്മൾ ഇത്രയും മോളിക്യൂൾസ് എടുത്തു. ഈ ഒരു മോളിക്യൂൾ മൊത്തം എക്സ് ഡയറക്ഷനിൽ പോകുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇനി അത് എക്സ് ഡയറക്ഷനാണോ പോവാ? എങ്ങോട്ടേക്ക് പോവാം? വൈ ഡയറക്ഷനിൽ പോവാം, സെഡ് ഡയറക്ഷനിൽ പോവാം അല്ലെ. അപ്പൊ എക്സിലേക്ക് പോവാം, വൈയിലേക്ക് പോവാം, സെഡിലേക്ക് പോവാം. അപ്പൊ എക്സിലേക്ക് പോകുന്നതിന്റെ പ്രൊപ്പോർഷൻ എത്ര ആയിരിക്കണം? ഒരു ആവറേജ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1/3 ആയിരിക്കണ്ടേ അല്ലെ. എക്സ് വൈ സെഡ് 3 ആക്സിസ് ആണ് ഉള്ളത്. സോ ഫോർ ആൻ ആവറേജ് 1/3 ആണ് എന്ത് ചെയ്യുക? എക്സിലേക്ക് പോകാനുള്ള ചാൻസ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെ ആക്കി മാറ്റേണ്ടി വരും? പ്രഷർ ഈസ് ഈക്വൽ ടു 1/3 ഓഫ് NM into Vx സ്ക്വയർ എന്ന് എടുക്കണം. ഓക്കെ, ഇനി ഇവിടെ വേറെ കേസ് കൊണ്ട് നോക്കാം. നമ്മൾ ഈ 1/3 എടുക്കുമ്പോൾ Vx എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനിലെ വെലോസിറ്റി ആണ്? എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി ആണ്. അത് വൈ ഡയറക്ഷനിലെ വെലോസിറ്റി ഉണ്ടാവും, സെഡ് ഡയറക്ഷനിലെ വെലോസിറ്റി ഉണ്ടാവും. നമ്മൾ അതിന് മൊത്തത്തിന് ആവറേജിനെ 1/3 ആണ് എടുത്തത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ആവറേജ് വെലോസിറ്റി കൺസിഡർ ചെയ്യണം. അപ്പൊ ആവറേജ് വെലോസിറ്റിക്ക് പകരം നമ്മൾ ഗ്യാസ് മോളിക്യൂൾസ് എടുക്കുന്ന വെലോസിറ്റി ഏതാണെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഏതാ വെലോസിറ്റി? RMS വെലോസിറ്റി, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി അല്ലെ. RMS വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ Vx എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതേണ്ടി വരും? VRMS എന്ന് എഴുതേണ്ടി വരും. സോ ഹിയർ ദ പ്രഷർ P is equal to നമുക്ക് എങ്ങനെ കൊടുക്കുക? 1/3 into NM into VRMS സ്ക്വയർ. എന്തുകൊണ്ടാ VRMS വന്നത്? അവിടെ ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത്. എക്സിലേക്ക് പോകാം, വൈയിലേക്ക് പോകാം, സെഡിലേക്ക് പോകാം. സോ ദ ആവറേജ് വെലോസിറ്റി ആണ് VRMS വെലോസിറ്റി, റൂട്ട് mean square velocity. So the pressure exerted by the gas that is equal to 1/3 into Nm into VRMS square. ഈ ഒരു ഡെറിവേഷൻ ആണ് ഈ ലെസണിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇത് പഠിച്ചിട്ട് നമ്മൾ ഗ്യാസിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ മുഴുവനും ചെയ്തിട്ടുള്ള ഇത് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ആ ഡെറിവേഷൻ 1-2 പ്രാവശ്യം നിങ്ങൾ നോക്കുക. ഞാൻ ഒന്നും കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്യൂബിൽ കുറച്ച് മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്തു. അതിലൊരു മോളിക്യൂൾ നമ്മൾ എടുത്തു. ആ മോളിക്യൂൾ എങ്ങോട്ടേക്ക് പോകുന്നു? എക്സിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. സോ അത് ചേഞ്ച് ഇൻ മൊമെന്റം ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുള്ളത്. ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? ഫോഴ്സ് കിട്ടും. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് എ മോളിക്യൂൾ ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടോട്ടൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്തു. ആ മോളിക്യൂൾസ് ഇൻറ്റു ചേഞ്ച് ഇൻ മൊമെന്റം എടുത്തു. ദെൻ പ്രഷർ ഫോഴ്സ് എങ്ങനെ കണ്ടു? ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എടുത്തു. ദെൻ പ്രഷർ എങ്ങനെ കണ്ടു? ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ എന്ന് കണ്ടു. സോ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? പ്രഷർ ഇസ് ഈക്വൽ ടു 1/3 Nm into VRMS സ്ക്വയർ. ഓക്കെ, അപ്പൊ നിങ്ങളിത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. നന്നായിട്ട് നിങ്ങൾ 1-2 പ്രാവശ്യം കണ്ട് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇനിയും കാണാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാത്തത്. ഓക്കെ, നമുക്ക് ഈ അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പൊ നമുക്ക് പ്രഷറിന്റെ ഇക്വേഷൻ കിട്ടിയത് പ്രഷർ P is equal to നമുക്ക് ഇക്വേഷൻ കിട്ടിയ 1/3 into Nm into VRMS സ്ക്വയർ ആണ്. VRMS എന്ന് പറയുന്നത് നമ്മൾ VRMS സ്ക്വയർ that is equal to
അപ്പോൾ വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് വി സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ആണ്. ഓക്കെ, അപ്പോൾ പി സികൾ 1/3 ഇൻറ്റു എൻ എം ഇൻറ്റു വി ആർ എം എസ് സ്ക്വയർ. ഞാൻ ഈ ഇക്വേഷൻ ഒരു വി കൊണ്ട് മൾട്ടിപ്ലൈ. ഞാൻ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്. കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ഞാൻ ഇക്വേഷൻ രണ്ട് സൈഡ് വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരിക? പി വി is equal to 1/3 ഇൻറ്റു എൻ എം ഇൻറ്റു വി ആർ എം എസ് സ്ക്വയർ ഇൻറ്റു വി എന്ന് കിട്ടും. ഓക്കെ, ഈ എന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്മോൾ ലെറ്റർ എൻ ഇസിക്കൽ എന്താണ്? എൻ ബൈ വി ആണ്. അപ്പോൾ വിനെ ഇങ്ങോട്ടേക്ക് എടുത്ത് എന്ത് വരാം? എൻ ഇൻറ്റു വി ഇസിക്കൽ ടോട്ടൽ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് വരും. അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ ഞാൻ എന്ത് ചെയ്യാണ്? എൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ദാറ്റ് ഇസിക്കൽ 1/3 ഇൻറ്റു എൻ ഇൻറ്റു എം ഇൻറ്റു വി ആർ എം എസ് സ്ക്വയർ. ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആണ്. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഇനി ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിയാട്ടെ, ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി ആർ എം എസ് സ്ക്വയർ. അത് നമുക്ക് എന്ത് പറയുവാണെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ എന്ന് പറയാം. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് അല്ലേ? ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ എന്ന് പറയാം. അപ്പോൾ ഇതിനെ ഞാൻ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ബാക്കി എന്താണുള്ളത്? 2/3 ഇൻറ്റു എൻ ഇൻറ്റു ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ആണുള്ളത്. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി ആർ എം എസ് സ്ക്വയർ. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു പി വി എന്ന് കിട്ടും. ഇനി ഈ ആവറേജ് കൈനറ്റിക് എനർജി ഇൻറ്റു ടോട്ടൽ നമ്പർ ചെയ്താൽ എന്തായി? ആവറേജ് കൈനറ്റിക് എനർജി ഇൻറ്റു ടോട്ടൽ നമ്പറും കൂടെ ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജി ഇക്വേഷൻ എഴുതാം. ഹാഫ് എം ഇൻറ്റു വി ആർ എം എസ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി പി വി ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? പി വി ഈക്വൽ എന്താണ്? ആർ ടി എന്ന് പഠിച്ചിട്ടില്ലേ? അത് ഞാനിവിടെ പി വിക്ക് ഒരു ആർ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആർ ടി. പിന്നെ ഇവിടെ എന്താ ബാക്കിയുള്ളത്? ഈ സാധനം നേരെ ഇങ്ങോട്ടേക്ക് വരണം. ഈ 2 എവിടെ വരിക? ഡിനോമിനേറ്ററിലേക്ക് വരും. ബാക്കി 2ഉം എന്നും ഡിനോമിനേറ്ററിലേക്ക് വരും. 3 അങ്ങോട്ടേക്ക് പോകും, ന്യൂമറേറ്ററിലേക്ക് പോകും. 3RT ഡിവൈഡ് ബൈ 2n എന്ന് കിട്ടും. ഇനി ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ? ആർ എന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ആർ ബൈ എൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ്. അതെന്താ നമ്മൾ വിളിക്കുക? ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുക. ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3/2 ഇൻറ്റു ആർ ബൈ എന്നിനെ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് കെ ബി എന്ന് വിളിക്കുക. കെ ബി ടി എന്ന് എഴുതാം. ഇതാണ് എന്ത് വരുന്നത്? ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ വരുന്നത്. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ. ഈ ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം? ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയാം. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ.